لله رب العالمين حمدا يوافي نعمه ويكافي مزيدا اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا محمد اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك أرحم الراحمين يا ملك الجبار يا രാജാതി രാജനായ റഹ്മാനെ നിന്റെ മഹളായ ഫദ്ൽ കൊണ്ട് ഞങ്ങളെ ഈ സദസ്സിനെ നീ കബൂലാക്കണേ റഹ്മാനെ ഈ സദസ്സിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ ചൊല്ലിയതും പറഞ്ഞതും കേട്ടതും എല്ലാം ഇവിടുന്ന് നൽകിയ സംഭാവനകളടക്കം എല്ലാം നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണം റഹ്മാനെ ഇതിന്റെ ഒക്കെ മിസ്ലു സവാബ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ മദീനയിൽ കിടക്കുന്ന തങ്ങളെ ഹദ്റത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനേ ഒന്ന് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ് ഒന്ന് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ് അവിടത്തേക്ക് ഞങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണേ അല്ലാഹ് അവിടത്തേക്കൊന്ന് ഞങ്ങളെ കാണിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ് തങ്ങളെ സ്നേഹിച്ചത് കൊണ്ടല്ലേ റബ്ബേ ഇവരൊക്കെ ഈ സദസ്സിലേക്ക് വന്നത്. പടച്ചവനെ ആ സ്നേഹം അവർക്കും ഞങ്ങൾക്കും നീ വർദ്ധിപ്പിച്ചു തരണം റഹ്മാനെ. തങ്ങളോടുള്ള മഹബത്ത് ഞങ്ങളെ ഖൽബിൽ വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. ധാരാളം സ്വലാത്ത് ചൊല്ലാൻ സലാമ് ചൊല്ലാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. ധാരാളം വട്ടം തങ്ങളെ ഹദ്റത്തിലെത്താനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. എത്തിയവർക്കും എത്താത്തവർക്കും പരിശുദ്ധമായ കഅബ കാണാൻ മദീന കാണാനുള്ള ഭാഗ്യം നൽകണം റഹ്മാനെ. മറ്റുള്ള അമ്പിയാക്കൾ ഔലിയാക്കൾ മഹാന്മാരായ ബദരീങ്ങൾ ബദർ ശുഹദാക്കൾ ജന്നത്തുൽ ബഖീലും ജന്നത്തുൽ മുഅല്ലയിലുമുള്ള മഹാന്മാരായ സ്വഹാബ് അസ്വാജ് ബൈത്തുൽ മുഖദ്ദസിലുള്ള മഹാന്മാരായ അമ്പിയാക്കൾ സ്വാലിഹീങ്ങൾ ബഗ്ദാദ് ഷരീഫിലുള്ള മഹാനായ ഔസുൽ ആദം തങ്ങൾ റിഫായി ശൈഖ് തങ്ങൾ മറ്റുള്ള ഖതാബുകൾ ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ ഹദ്റത്തിലേക്ക് എത്തിക്കണം റഹ്മാനെ. സുൽത്താനുൽ ഹിന്ദ് തങ്ങളെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. സയ്യിദ് മദനി തങ്ങളെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. താജുൽ ഉലമ തങ്ങളെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയ മഹാന്മാരുടെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. സുരുവൈൽ ഉസ്താദ് പി ഉസ്താദിന്റെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങളെ ഉസ്താദന്മാരിൽ മശായിഖന്മാരിൽ നിന്ന് മരണപ്പെട്ടവരുടെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അവരെ ദറജ ഉയർത്തണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങളിൽ നിന്ന് ധാരാളം ആളുകളുടെ ബാപ്പ ഉമ്മ ഭാര്യ മക്കൾ കുടുംബങ്ങൾ പലതും മരിച്ചുപോയവർ അല്ലാഹുവയുടെ ഖബറുകളിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അവരെ ഖബർ സ്വർഗ്ഗത്തോപ്പാക്കണേ അല്ലാഹ്. വിശാലമാക്കണം അല്ലാഹ്. അവരിൽ ആരെങ്കിലും വല്ല അദാബിലുണ്ടെങ്കിൽ നിന്റെ മഹളായ ഫദ്ൽ കൊണ്ട് ഉയർത്തണം റഹ്മാനേ. അവരെ ഞങ്ങളൊക്കെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്ന ഞങ്ങളെ മാതാപിതാക്കൾ രോഗികളാണ് റബ്ബേ, നീ ശിഫ നൽകണേ അല്ലാഹ്. പരിപൂർണ ആഫിയത്ത് നീ നൽകണം അല്ലാഹ്. ഞങ്ങളെ ഉസ്താദന്മാർ ഓരമുണ്ട്, ഉസ്താദ് ജഫി ഉസ്താദ് തുടങ്ങിയ ഞങ്ങളെ എല്ലാ ഉസ്താദന്മാർക്കും നീ ആഫിയത്ത് നൽകണം അല്ലാഹ്. ദീർഘായുസ് നൽകണം റഹ്മാനേ. ഞങ്ങളെ ജോലിയിലും ഞങ്ങളെ കച്ചവടങ്ങളിലും ഞങ്ങളെ കൃഷിയിലും ഞങ്ങളെ വാഹനങ്ങൾ ഞങ്ങളെ വീടുകൾ ഞങ്ങളെ മക്കളിൽ കുടുംബത്തിൽ നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. ജോലി ഇല്ലാത്തവർക്ക് ഹൈറായ ജോലി നൽകണേ അല്ലാഹ്. കച്ചവടം ചെയ്യുന്നവരുടെ കച്ചവടത്തിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. വീടില്ലാത്തവർക്ക് ഹൈറായ വീട് നൽകണേ അല്ലാഹ്. വീടിന്റെ പണികളൊക്കെ തുടങ്ങി വെച്ചവരുണ്ട്, നീ പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാഹ്. പൂർത്തിയാക്കാൻ പറ്റാത്ത രൂപത്തിലുള്ളവർ നീ പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് തന്ന വീട് വലിയ റഹ്മത്തിന്റെ വീടാക്കണേ അല്ലാഹ്. ബർക്കത്തുള്ള വീടാക്കണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങളെ മക്കളൊക്കെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. മക്കൾക്കൊക്കെ നാഫിയായ ഇൽമ് നീ നൽകണേ അല്ലാഹ്. പരീക്ഷകളിൽ പരീക്ഷണങ്ങൾ നല്ല വിജയം നൽകണേ അല്ലാഹ്. എല്ലാവിധ ഷർറുകളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. സാഹിര്യങ്ങളെ ഷർറിൽ നിന്ന് കാക്കണേ അല്ലാഹ്. പടച്ചവനെ മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങൾ നൽകണേ അല്ലാഹ്. വിവാഹപ്രായമെത്തി നിൽക്കുന്ന ആണ് പ്രത്യേകിച്ച് ഒരുപാട് പെണ്ണുകിടാക്കൾ ഒരുപാട് ആൺമക്കള് നീ ഹൈറായ അണന നൽകണേ അല്ലാഹ്. നിശ്ചയിച്ചു വെച്ച വിവാഹങ്ങളുണ്ട് റബ്ബേ, യാതൊരുവിധ നിവൃത്തിയും കയ്യിലില്ല എന്ന് പറഞ്ഞവരുണ്ട് അല്ലാഹ്. ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നീ ഭംഗിയായ രൂപത്തിൽ പൂർത്തിയാക്കണം അല്ലാഹ്.
യാതൊരുവിധ പ്രയാസമില്ലാതെ പൂർത്തിയാക്കണേ അല്ലാ. പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ച ഞങ്ങളെ നസീർച്ചാന്റെ മകളടക്കം എല്ലാവരോടും ജീവിതം വലിയ സന്തോഷമാക്കണേ അല്ലാ, റാഹത്താക്കണേ അല്ലാ. എല്ലാ മാസവും പരിപാടി നടക്കുമ്പോ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ചെയ്തു തരുന്നവർ, നീ അവരിൽ നിന്ന് മരിച്ചുപോയ കാക്ക ബാപ്പ അടക്കമുള്ളവർക്ക് ഇതിന്റെ സവാബ് നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. റസൂലിനെ എന്തെല്ലാം മനസ്സിൽ നിയത്ത് കരുതിയവരുണ്ട് റബ്ബേ. പുറത്തു പറയാൻ പറ്റാത്ത രൂപത്തിലുള്ള രോഗങ്ങളുള്ളവരുണ്ട് അല്ലാ, വിഷമങ്ങൾ ഉള്ളവരുണ്ട് അല്ലാ, ഒരുപാട് കടങ്ങളുള്ളവരുണ്ട് അല്ലാ, പല കടങ്ങളും കൊടുത്ത് കിട്ടാത്തവരുണ്ട് അല്ലാ. നീ കയ്യിലെത്തിച്ചു കൊടുക്കണം റഹ്മാനെ, കടങ്ങളൊക്കെ വീട്ടിൽ കൊടുക്കണേ റഹ്മാനെ. മാരകമായ രോഗം ബാധിച്ചവരുണ്ട് അല്ലാ, ക്യാൻസറൊക്കെ ബാധിക്കുന്നത് സുബ്ഹാനല്ലാ, ചെറിയ ചെറിയ മക്കളിൽ വരെ ക്യാൻസർ ബാധിക്കുന്നു റഹ്മാനെ. എന്തെല്ലാം പുതിയ പുതിയ രോഗങ്ങളാണ് റഹ്മാനെ സുബ്ഹാനല്ലാ. ഇന്ന് അപകടത്തിൽപ്പെട്ടു വലമുണ്ട് ഉസ്താദ് ആർക്കാൻ പറഞ്ഞവർ, നീ ശിഫ നൽകണം റഹ്മാനെ. എന്തെല്ലാം രോഗങ്ങൾ ഞങ്ങൾ സാലത്തൂറുള്ള ബിസ്മില്ല ഹോട്ടലിന്റെ ഖാദർ, അവരെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ സ്ട്രോക്ക് ബാധിച്ച് ആശുപത്രിയിലുണ്ട്, കയ്യിൽ നയാ പൈസ ഇല്ലാത്ത കുടുംബം, നീ ശിഫ കൊടുക്കണം റഹ്മാനെ. അവരിന്നത്തെ സദസ്സിലേക്ക് നല്ലൊരു സംഖ്യ നൽകിയിട്ടുണ്ട്, നീ സ്വീകരിക്കണേ അല്ലാ. ഹാഷ്മി ഉസ്താദിന്റെ ബാപ്പ സ്ട്രോക്ക് ബാധിച്ച് ഹോസ്പിറ്റലിലുണ്ട്, നീ ശിഫ നൽകണം റഹ്മാനെ, നീ ശിഫ നൽകണം അല്ലാ, നീ ശിഫ നൽകണേ റഹ്മാനെ. താങ്ങാൻ പറ്റാത്ത പ്രാരാബ്ധങ്ങൾ വിഷമങ്ങൾ നീ ഞങ്ങൾക്ക് തരല്ല അല്ലാ, ഒരു അപകടവും ഞങ്ങൾക്ക് നീ തരല്ല അല്ലാ, ഒരു അപകടത്തിലും ഞങ്ങളെ പൊടുത്തല്ല അല്ലാ. ഞങ്ങളെ ആഫിയത്ത്, ഞങ്ങളെ കണ്ണ്, ഞങ്ങളെ കാല്, ഞങ്ങളെ കാത്, ഞങ്ങളെ സംസാരം, ഞങ്ങളെ ഓർമ്മശക്തി, ഞങ്ങളെ ഓരോന്നും ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് മരിക്കുന്നത് വരെ നിലനിർത്തണം റഹ്മാനെ. ആഫിയത്ത് കേടാക്കല്ല അല്ലാ. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, തൈറോയിഡ് നീ നോർമലാക്കണം റഹ്മാനെ. ഡിസ്കിന്റെ പ്രയാസം പറഞ്ഞവരുണ്ട് അല്ലാ, മുട്ടിന്റെ വിഷമം പറഞ്ഞവരുണ്ട് അല്ലാ, മാറാത്ത ചൊറിച്ചിലുള്ളവർ, ചെന്നുകൂത്തുള്ളവർ, വയറുവേദനയുള്ളവർ, എന്തെല്ലാം രോഗങ്ങൾ നീ ശിഫ നൽകണം റഹ്മാനെ. പടച്ചവനെ, പ്രസവം ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ സഹോദരി നീ എളുപ്പം നൽകണേ അല്ലാ. കുട്ടിക്ക് വളർച്ചയില്ല, പല ടെസ്റ്റും നടത്തി വലിയ പ്രയാസാണെന്ന് ഡോക്ടർമാര് പറഞ്ഞ് മജ്ലിസിൽ വലിയ പ്രതീക്ഷയോടുകൂടി ദ്വാരക്കാൻ പറഞ്ഞ് സംഭാവനകൾ നൽകി. ഈ ബക്കറ്റിലേക്ക് പലരും പല നിയത്ത് കരുതിയിട്ട് സംഭാവനകൾ നിക്ഷേപിച്ചു. അല്ലാ, നീ കൈവടിയല്ല റഹ്മാനെ, നീ കൈവടിയല്ല റഹ്മാനെ. ഞങ്ങളെ 7ാമത്തെ വാർഷികത്തിന് വേണ്ടി സഖാഫി ഉസ്താദ് ചോദിച്ചപ്പോ 11,111 തന്ന സഹോദരനടക്കം 4,444, 3,313, 2,000, 1000 പലരും എഴുതിച്ച്. അല്ലാഹുവേ, നീ ഖബൂലാക്ക് റഹ്മാനെ. എന്ത് ഉദ്ദേശങ്ങൾ മനസ്സിലുണ്ട്, എന്ത് ബേജാറുകളുണ്ട്. ഗൾഫിലുള്ള ഒരുപാട് സഹോദരങ്ങൾ 5,000 കൂടുതലും കുറച്ചുമൊക്കെ എഴുതിച്ചവർ. അല്ലാഹുവേ, നീ കാണുന്നവനാണ്, അറിയുന്നവനാണ്. നീ പൂർത്തിയാക്കി കൊടുക്കണം റഹ്മാനെ. വിഷമങ്ങളൊക്കെ മാറ്റണേ അല്ലാ, കുടുംബത്തിലൊക്കെ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഞങ്ങൾ ഉദ്ദേശിക്കുന്ന പരിപാടി മഹാന്മാരെ പൊരുത്തത്തോടുകൂടി നീ ഭംഗിയായ രൂപത്തിൽ പൂർത്തിയാക്കി തരണം റഹ്മാനെ. അതിന് വേണ്ടി ധനം കൊണ്ടും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും സഹായിക്കുന്ന എല്ലാവർക്കും നീ ദുനിയാവിലും അതിലുപരി ആഖിറത്തിലും നീ സലാമത്ത് നൽകണം റഹ്മാനെ. പടച്ചോനെ, ദുനിയാവിൽ ഞങ്ങളെ സ്നേഹിക്കാനും ഞങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യാനും എത്രയോ ആളുകളുണ്ട് റഹ്മാനെ. ഞങ്ങളെ റൂഹൊന്നു പിടിച്ചാൽ പിന്നെ ഉള്ള ജീവിതം ഞങ്ങൾക്കറിയില്ല റഹ്മാനെ. ഞങ്ങളെ ഹാലറിയില്ല അല്ലാ. ഞങ്ങൾക്ക് മുമ്പ് പലരും മരിച്ച് ഖബറിലുണ്ട്, അവരെ ഹാലും ഞങ്ങൾക്കറിയില്ല റഹ്മാനെ. ഏറ്റവും വലിയ വിഷയം മരിക്കുന്ന സമയത്തുള്ള ഈമാന്, മരിക്കുമ്പോഴുള്ള ഈമാന്, മരിക്കുമ്പോഴുള്ള കലിമ ചൊല്ലൽ, അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഗൗരവം വേണ്ടതുപോലെ ഞങ്ങൾക്ക് അറിഞ്ഞിട്ടില്ല, ഞങ്ങൾക്കതിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. മനസ്സിലായ സ്വാലിഹീങ്ങളൊക്കെയും എല്ലാ ഹറാമിൽ നിന്നും കറാഹത്തിൽ നിന്നും തെറ്റിൽ നിന്നൊക്കെ മാറി സംസാരം വരെ സൂക്ഷിച്ച് സംസാരിക്കുമ്പോൾ
ഞങ്ങൾക്ക് അതിനൊന്നും കഴിഞ്ഞിട്ടില്ല റഹ്മാനെ. മഹാന്മാരായ ബദരികളെ പേര് ഔസുലാദം തങ്ങളെ പേരിൽ, അതും വലിയ വലിയ സാദാത്യങ്ങൾ, വലിയ വലിയ ആരിഫീങ്ങളായ ആലിമീങ്ങൾ ഒരുമിച്ച് കൂടുന്ന സദസ്സിൽ ഒന്ന് വന്നിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഞങ്ങളെ ദുനിയാവും ആഖിറവും സലാമത്താവും വേണ്ടിയിട്ട്. പടച്ചവനെ, ഞങ്ങൾ ഇവിടുന്ന് മജ്ലിസ് നടത്തിയത് ഞങ്ങളെ ദുനിയാവിന് വേണ്ടിയിട്ടാക്കല്ല റഹ്മാൻ. ഒരുപാട് മുഅ്മിനീങ്ങൾ, ഒരുപാട് ഉമ്മമാർ ഓരോ സ്ഥലത്തുനിന്നും വന്നിരിക്കുമ്പോൾ അല്ലാഹുവേ, ഞങ്ങൾ അവരെ വിളിപ്പിച്ചിട്ട് നാളെ ഞങ്ങൾ ആഖിറത്തിൽ ചോദ്യം ചെയ്യുന്ന ഒരു രൂപത്തിലാക്കാതെ കണ്ട് അതൊക്കെയും ബദരീങ്ങളെ സ്നേഹം കിട്ടാൻ, അവരെ സഹായം കിട്ടാൻ, ഔസുലാദം തങ്ങളെ സഹായം കിട്ടാനുള്ള കാരണമാക്കണം റഹ്മാനെ. അതിൻ്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾ ഈമാൻ നീ വർദ്ധിപ്പിക്കണേ അല്ലാ, തഖ്വ നീ വർദ്ധിപ്പിക്കണേ അല്ലാ. ഞങ്ങൾക്ക് എല്ലാവർക്കും മരിക്കുന്നതിൻ്റെ മുമ്പ് പലവട്ടം ഹജ്ജ് ചെയ്യാൻ, ഉംറ ചെയ്യാൻ, മദീന സിയാറത്ത് ചെയ്യാൻ നീ തൗഫീഖ് ചെയ്യണേ അല്ലാ. പ്രാവശ്യം അൽഹംദുലില്ലാ ഹജ്ജിന് കൊടുത്തപ്പോൾ നമ്മളെ സഖാഫി ഉസ്താദിനും മറ്റുമൊക്കെ അത് ശരിയായപ്പോൾ വലിയ ബേജാറിൽ ഇന്ന് അൽഹംദുലില്ലാ അത് ശരിയായി എന്ന വിഷയം കിട്ടി. അല്ലാഹുവേ, നീ നല്ല നിലക്ക് ചെയ്യാൻ നീ തൗഫീഖ് ചെയ്യണേ റഹ്മാനെ. മഖബൂലായ നിലക്ക് ഹജ്ജ് ചെയ്യാൻ, ഉംറ ചെയ്യാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ സദസ്സിലേക്ക് വന്ന ഉമ്മമാർ, സഹോദരിമാർ, അവർക്ക് നീ ഖൈറും ബർക്കത്തും നൽകണേ അല്ലാഹ്. അവരുടെ ഉദ്ദേശങ്ങളൊക്കെ നീ ഹാസിലാക്കണേ അല്ലാഹ്. അവരുടെ ബേജാറുകളൊക്കെ നീ മാറ്റണേ റഹ്മാനെ. ഏതെല്ലാം സ്ഥലത്തുനിന്ന് ഫോൺ വിളിച്ചപ്പോൾ, വാട്സപ്പിൽ പറഞ്ഞപ്പോൾ അല്ലാഹുവേ, സ്നേഹിച്ചു വന്നത് നിന്റെ ഹബീബായ തങ്ങളെ സ്നേഹിച്ചിട്ടാണ് റഹ്മാനെ. നിന്റെ ഹബീബായ തങ്ങളെ സ്നേഹിച്ചിട്ട് വന്നവരാണ് റഹ്മാനെ. അല്ലാഹുവേ, ആ തങ്ങളെ ശഫാഅത്തിലും തങ്ങളെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ കുടിക്കാനും വന്നവർക്കും കുടുംബത്തിനും നീ തൗഫീഖ് ചെയ്യണേ റഹ്മാനെ. നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. ഞങ്ങളെല്ലാവരും നിന്റെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. بحق يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما عبدا على حبيبك خير يا صاحب البغداد كل ناصري يا مطلب الحاجات عبد القادر يا صاحب البغداد كل ناصري يا مطلب الحاجات عبد القادر يا صاحب البغداد كل ناصري يا مطلب الحاجات. പ്രത്യേകിച്ച് ഗൾഫിലുള്ള ഒരുപാട് ആൾക്കാർ ഓൺലൈനിൽ കാണുന്നവർ, കാണാത്തവർ, നമ്മുടെ ബദരിയ ജലാലിയ കൂട്ടായ്മയിലുള്ളവരടക്കം അല്ലാഹു തആല ആ സഹോദരങ്ങൾക്ക് അല്ലാഹു ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. നമ്മൾ ദാറുൽ അഷ്റിയ സ്ഥാപനമടക്കമുള്ള സ്ഥാപനത്തിനെ സഹായിക്കുന്ന ഒരുപാട് UAE-യിലും സൗദിയിലും ബഹ്റൈനിലും ഖത്തറിലും കുവൈത്തിലുമുള്ള ഒമാനിലടക്കമുള്ളവർ അല്ലാഹുവിനെ അവർക്കൊക്കെ ഖൈറു ബറക്കത്ത് നൽകണേ റഹ്മാനെ. സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ ജീവിച്ചിരിക്കുന്ന സുൽത്താനുകളിലും അടക്കമുള്ള എല്ലാ ഉലമാക്കൾക്കും സാദാത്യങ്ങൾക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. മൺമറഞ്ഞു പോയവരുടെ ദർജ നീ ഉയർത്തണേ റഹ്മാനെ. ഞങ്ങളെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ അവർക്ക് നീ റഹ്മത്ത് ചെയ്യണേ അല്ലാഹ്, ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഞങ്ങളെ മക്കളൊക്കെ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ. ഈ വന്നതിന്റെ ഫലങ്ങൾ അല്ലാഹു അവർക്കും ഞങ്ങൾക്കൊക്കെ അനുഭവിക്കാൻ, കണ്ട് അനുഭവിക്കാൻ, കറാമത്ത് കാണാൻ നീ തൗഫീഖ് ചെയ്യണേ റഹ്മാനെ. ഞങ്ങൾക്ക് ഓൺലൈനിലൂടെ എല്ലാവർക്കും എത്തിച്ചു കൊടുത്ത ഫസൽ മീഡിയ മദനി ഉസ്താദ് നീ ഖൈർ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഖണ്ഡിക സൗണ്ട് നമ്മളെ പ്രിയപ്പെട്ട സുദ്ദീഖ് നീ ഖൈർ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. അതുപോലെ തന്നെ അനീസ് നമ്മളെ കൊടുത്ത മുകളിലുള്ള
ചെയറും മറ്റു കാര്യങ്ങൾ ലൈറ്റ് അല്ലാഹു നീ ഖൈറു ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. വന്നരായ സഖാഫി ഉസ്താദ് മറ്റുള്ള ഉസ്താദന്മാർ നീ ഖൈറു ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. വന്നവർക്കും കൂടിയവർക്കും എല്ലാവർക്കും നീ ദുനിയാവിലും ആഖിറത്തിലും രക്ഷയും സലാമത്തും നീ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ നമ്മളെ എല്ലാ കൊല്ലവും നമ്മളെ ജലാലിക്ക് ബിസ്മില്ലാഹ് മറ്റേന്നൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മളെ ശീർണി കെട്ടാനുള്ള എല്ലാ വ്യവസ്ഥയും തൊട്ടയും മറ്റത്തെ നമ്മൾ ഇബ്രാഹിം കണ്ടിക പ്രത്യേകിച്ച് മരിച്ചുപോയ അവരുടെ ബാപ്പ നൗഷാദ് അല്ലാഹു അവർക്ക് ഇതിന്റെ സവാബ് എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അതുപോലെ തന്നെ അവരുടെ ബിസിനസ് അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. പല ക്ഷീണം പറഞ്ഞവരുണ്ട്. അൽഹംദുലില്ലാ നമ്മളെ മോൻസ MM വെജിറ്റബിൾ വീട്ടില അല്ലാഹു ഖൈറു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അതിന്റെ ശേഷവും നമ്മൾ ജലാലിക്ക് വേണ്ടിയിട്ട് സംഭാവന തന്നിട്ടുണ്ട്. അല്ലാഹു അതൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ നമ്മളെ റഫീഖ് ബംഗള 1000 റുപ്യ അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. അതുപോലെ തന്നെ പിന്നെ യൂസുഫാജി KB അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. വാഗ്ദാനം ചെയ്തവർക്കും തന്നവർക്കും അല്ലാഹു റഹ്മായ പ്രതിഫലം നൽകുമാറാകട്ടെ. मुहम्मद आंखों का तारा